ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് കണ്ടോ, ഇത്രയായി. ഇത് ഇത്രയായപ്പോൾ കുഴിച്ചിട്ടതാണ്. ചെറുതായിരിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയായി. ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. ഈ ഒരു ചെറിയ ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുക. ഈ ഒരു റെഡ് കളറായാൽ ഇത് നമുക്ക് പറിക്കാം. ഇതിൽ നിറയെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഇത്ര ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഇത് ഒന്ന് കഴിച്ചു നോക്കാം. ഇതിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. ചെറിയ പുളിപ്പ് മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു മിറാക്കിൾ ആണ് ഈ ഫ്രൂട്ട്. അതാണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ പുളിയിൽ എന്ത് കഴിച്ചാലും പിന്നെ മധുരമായിരിക്കും. ഇനി നമുക്കിത് ഈ ചെറുനാരങ്ങ ഒന്ന് കഴിച്ചു നോക്കാം. ഞാനൊരു സ്പൂണ് ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്. മധുര നാരങ്ങയുടെ ഒരു മധുരമുണ്ട് ഇതിന്. ഇത് മാത്രമല്ല, പുളിയിൽ എന്ത് സാധനം കഴിച്ചാലും പിന്നെ അതിന് മധുരമായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നത്, മിറാക്കിൾ ഫ്രൂട്ട്. അതേപോലെ എൻ്റെ വീട്ടിലുള്ള മറ്റൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ് ഇത്. ഇതിൻ്റെ പേര് മാമി സപ്പോട്ട. വലിയൊരു സപ്പോട്ടയാണ് ഇതിനുണ്ടാകുക. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സപ്പോട്ട ഉണ്ടാവും. ഇതൊരു മരമായിട്ട് വളരും. നല്ല വെയിലുള്ള സ്ഥലത്ത് കുഴിച്ചിടാം. ഇതേപോലെ ഇതാണ് ഡൽഹാരി ചാമ്പക്ക. നല്ല മധുരമുള്ള ചാമ്പക്ക ഉണ്ടാവും. ചെറിയ തൈയായപ്പോൾ കുഴിച്ചിട്ടാണ്, ഇപ്പോൾ ഇത്രയായി. രണ്ട് ഡിഫറെൻറ്റ് കളറ് ബോഗൻവില്ല വാങ്ങിയിട്ട് എന്ത് ചെയ്തു, തമ്മാമേൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു പിങ്ക് കളറിൻ്റെ ഒരു കൊമ്പെടുത്തിട്ട് ഇതിനും പിടിപ്പിച്ചു. ഇതിൻ്റെ വൈറ്റ് കളറ് ഇതിൻ്റെ ഒരു കൊമ്പെടുത്തിട്ട് ഇവിടെയും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ ഇതളുകൾ വന്നിട്ട് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 3 ദിവസമായി. പിന്നെ ഒരു 10 ദിവസമെങ്കിലും പിടിക്കും ഇതിന് പുതിയ ഇതിലൊക്കെ വരാൻ. അതേപോലെ ഈ ഒരു കറിവേപ്പില കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ഒരു ബുഷിയായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തോണ്ടാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണാം. ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് അതുണ്ടാവും. ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് നല്ല ബുഷിയായിട്ട് വരിക, കൂടുതൽ ഇലകൾ വരിക. അതിവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തുനിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നിങ്ങൾ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒരു പഴയ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഇതിന് നമ്മുടെ കഞ്ഞി വെള്ളം, തലേന്നത്തെ ചോറ് വെച്ച വെള്ളം ഉണ്ടല്ലോ, കഞ്ഞി വെള്ളം, അത് പിറ്റേന്ന് ഒരു പുളിയായിരിക്കും. പുളിച്ച വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള എന്തെങ്കിലും തണ്ട് വരും. അതേപോലെ വീട്ടിലുള്ള മറ്റൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ് ഈ കാണുന്നത്. ഇതിന് മിൽക്കി ഫ്രൂട്ട് എന്ന് പറയാം. ഇതിൻ്റെ അടിയിൽ ഒരു ബ്രൗൺ കളർ, ഇലയുടെ അടിയിൽ നല്ല ബ്രൗൺ കളറാണ്. അതേപോലെ ഇത് പൂത്ത് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. ഇതിപ്പോൾ ചെറിയ തൈയാണ്, ഇത് നല്ല വലിയ തൈയായിട്ട് വരും.